ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോഴും ആ നിർമ്മിച്ച വീട്ടിൽ താമസിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻഷാ അള്ളാഹ് അതിന് ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹലാലായ പണം കൊണ്ട് ഹലാലായ സ്ഥലത്താണോ നമ്മൾ വീട് വെക്കുന്നത് എന്ന കാര്യമാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഒരടിമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന സുപ്രധാനമായ ചോദ്യങ്ങളിലൊന്ന്, ഈ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ആ വ്യക്തിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് ആ ചോദ്യം? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ. അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും. എവിടെ നിന്ന് കിട്ടി, എവിടെ ചെലവഴിച്ചു? അപ്പോൾ നാം വീട് നിർമ്മിക്കുന്ന ആ ഭൂമി അത് ഹലാലാണോ? അത് ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ നമ്മൾ സ്വന്തമാക്കിയതാണോ? മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതോ അവകാശപ്പെട്ടതോ ആണോ? അതല്ല പൂർണ്ണമായും ഹലാലായ പണം കൊണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്താണോ വീട് വെക്കുന്നത്? അതേപോലെ തന്നെ ഹലാലായ പണമാണോ, ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെയാണോ നാം അത് ഉപയോഗപ്പെടുത്തുന്നത്? ഇതാണ് നാം ഒന്നാമതായി ചിന്തിക്കേണ്ടത്. ഇല്ല എങ്കിൽ പരലോകത്ത് അത് വളരെ വലിയ അപകടമായിത്തീരും. രണ്ടാമത്തത്, ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ സാമ്പത്തികമായ ഒരു പരിധിയുണ്ട്. അതിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം നാം പണം ചെലവഴിക്കേണ്ടത്. സൂറത്തു ത്വലാഖിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലിയൂഫിഖു ദൂ സഅത്തിൻ മിൻ സഅതി. കഴിവുള്ളവർ അവരുടെ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ. വമാ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയൂഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആർക്കാണോ ഞെരുക്കം നൽകിയിട്ടുള്ളത് അവർക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. ഓരോ നഫ്സിനോടും അതിൻ്റെ കഴിവിൽപ്പെട്ടത് മാത്രമേ അല്ലാഹു കൽപ്പിക്കുന്നുള്ളൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നുഹീന അനി തകല്ലുഫി. കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. പല ആളുകളുമുണ്ട്, വളരെ കുറഞ്ഞ പണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എന്നാൽ കടം വാങ്ങിയും പലരും പലിശക്ക് തന്നെ ലോണെടുത്തും വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു. തങ്ങൾക്കാവശ്യമില്ലാത്ത രൂപത്തിലുള്ള വീടുകൾ, തങ്ങളുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്ന് എത്രയോ ഉയർന്ന രൂപത്തിലുള്ള വീടുകൾ. അങ്ങനെ അവർ കടക്കാരായിത്തീരുന്നു, ഹറാമ് ചെയ്യുന്ന ആളുകളായിത്തീരുന്നു. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു വീടായിരിക്കണം നമ്മൾ ആ വിഷയത്തിൽ നിർമ്മിക്കേണ്ടത്. മറ്റുള്ളവരെ ആ വിഷയത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുക എന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. മൂന്നാമത്തത്, ചില ആളുകൾക്കൊരു പക്ഷേ ധാരാളം പണം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ടാകും, പക്ഷേ ഒരിക്കലും ദൂർത്തടിക്കുവാൻ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലാ തുസ്രിഫു, നിങ്ങൾ ദൂർത്തടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ വല്ലാതെ ദൂർത്തടിച്ച് കളയരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, അങ്ങനെ ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ മിത്രങ്ങളാകുന്നു. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ, പിശാചാകട്ടെ അള്ളാഹുവിനോട് നന്ദി കെട്ടവനുമാകുന്നു. അപ്പോൾ പിശാചിൻ്റെ മിത്രങ്ങളാണ് ദൂർത്തടിക്കുന്നത്. അനാവശ്യമായി പൊങ്ങച്ചത്തിന് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി, ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിലുള്ള നിർമ്മിതികൾ, അതേപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നിർമ്മിതികൾ, അനാവശ്യമായ നിർമ്മിതികൾ, ഇതൊന്നും തന്നെ വീട് നിർമ്മാണത്തിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതേ സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ താമസിക്കുവാനും അത്യാവശ്യമായി വിരുന്നുകാരൊക്കെ വന്നാൽ അവർക്കും താമസിക്കുവാനും പറ്റുന്ന രൂപത്തിൽ കഴിവുള്ള ആളുകൾ ഒരല്പം വിശാലതയുള്ള വീട് നിർമ്മിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം, വൽ മസ്കനുൽ വാസിഅ, അല്പം വിശാലതയുള്ള ഒരു താമസ സ്ഥലം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞെരുങ്ങിപ്പിടിച്ച് ഏറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പെരുമാറാനും അതേപോലെ തന്നെ കിടന്നുറങ്ങുവാനും മറ്റു ആവശ്യങ്ങൾക്കെല്ലാമുള്ള ഒരു വിശാലത വീടിനുണ്ടാവുന്നതിൽ വിരോധമില്ല. ഒരു മനുഷ്യൻ്റെ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് തന്നെ വൽ മസ്കനുദ്ദീഖ്, സൗകര്യമില്ലാത്ത ഇടുങ്ങിയ ഒരു വീട് എന്നുള്ളത് അതൊരു പ്രയാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾ വല്ലാതെ പിശിക്കേണ്ടതില്ല. അത്യാവശ്യം സൗകര്യമുള്ള വീട് ഉണ്ടാക്കാം, പക്ഷേ അതൊരിക്കലും ദൂർത്താവരുത് എന്ന് മാത്രം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നല്ല ആളുകൾ താമസിക്കുന്നിടത്ത് നമ്മൾ വീട് വെക്കണം. കാരണം ഒരാളുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച കൂട്ടത്തിൽ ഇബ്നു ഹിബ്ബാൻ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വൽ ജാറു സാലിഹ്, സ്വാലിഹായ ഒരു അയൽവാസി അഥവാ ഒരു നല്ല അയൽവാസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.
അപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന, ശാന്തി ഉണ്ടാകുന്ന, കാരണം വീട് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ കഴിയേണ്ട ഒരു സ്ഥലമാണല്ലോ. എന്നിരിക്കെ എല്ലാ നിലക്കും അതിക്രമങ്ങളും തോന്നിവാസങ്ങളും നിറഞ്ഞ ഒരു സ്ഥലത്ത് വീട് വെച്ചാൽ അത് തീർച്ചയായും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഒരാളുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അൽ ജാറുസ്സു, മോശമായ അയൽവാസികളുള്ള ഒരു സ്ഥലം അതൊരു ദൗർഭാഗ്യമാണ്. അതുകൊണ്ട് വീട് വെക്കുമ്പോൾ നല്ല മനുഷ്യന്മാരുള്ള, നല്ല ആളുകളുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കേൾക്കുകയും പള്ളിയിൽ പോകാൻ സൗകര്യമുണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കണം അവർ വീട് വെക്കേണ്ടത്. നമുക്കറിയാം 5 വക്ത് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയിൽപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ബാങ്ക് വിളി കേൾക്കുന്ന പരിസരങ്ങളിൽ പിശാചുക്കൾ ഓടിയകലും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ശൈത്താൻ, ബാങ്ക് വിളി കേട്ടാൽ പിശാചുക്കൾ ഓടിയകലും, പിന്നീട് അവർ തിരിച്ചു വരും. എന്നാൽ വീണ്ടും അവിടെ ഹത്ത ഇദാ സുവ്വിബ ബിസ്സലാത്തി അദ്ബറ, വീണ്ടും ഇഖാമത്ത് കൊടുക്കുന്നത് കേട്ടാൽ വീണ്ടും പിശാചുക്കൾ, ആ ശബ്ദം കേൾക്കുന്ന ദിക്കിൽ നിന്നെല്ലാം പിശാചുക്കൾ ഓടിയകലും. അതുകൊണ്ട് ബാങ്ക് വിളി കേൾക്കുന്ന പള്ളികളുടെ പരിസരങ്ങളിൽ വീട് നിർമ്മിക്കുവാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ 5 വക്ത് നമസ്കരിക്കാൻ സൗകര്യമുള്ള സ്ഥലത്താണോ, പള്ളിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണോ വീട് വെക്കുന്നത് എന്നത് പരമാവധി ശ്രദ്ധിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വീട് വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച്, നമുക്കറിയാം സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടിലുള്ള സ്ത്രീകൾക്കും വീട്ടിൽ വെച്ച് നമസ്കരിക്കണമല്ലോ. അപ്പോൾ നാം നിർമ്മിക്കുന്ന വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ അന്ധനാണ്, എനിക്ക് പള്ളിയിലേക്ക് എപ്പോഴും പോകാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസല്ലി യാ റസൂലല്ലാഹി ഫീ ബൈതി മക്കാനൻ അത്തഖിദുഹു മുസല്ല, എനിക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം വേണം, അതുകൊണ്ട് നബിയെ നിങ്ങൾ വന്നിട്ട് ഒന്ന് നമസ്കരിച്ചിട്ട് എനിക്ക് ആ ഒരു സ്ഥലം എനിക്കത് നമസ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാനാണ്, നിങ്ങൾ വീട്ടിൽ വന്നൊന്ന് നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അയിന തുഹിബ്ബു അൻ ഉസല്ലി, ഞാൻ എവിടെ വെച്ച് നമസ്കരിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായി കാണുന്ന ആ സ്ഥലം ഏതാണ്? അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഫസല്ല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അവിടെ വെച്ച് സുന്നത്ത് നമസ്കരിക്കാം, സ്ത്രീകൾക്ക് നമസ്കാരം, ഖുർആൻ പാരായണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അത് പള്ളിയിലേക്കുള്ള ജമാഅത്തിന് പുരുഷന്മാർക്കൊരിക്കലും പകരമാവില്ല. അവിടെ വെച്ച് എഴുത്തിക്കാഫോ അതല്ലെങ്കിൽ പള്ളിയിൽ മാത്രം അനുവദനീയമായ കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാത്ത നമസ്കാരങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഒരു പ്രത്യേക സ്ഥലം വീട്ടിൽ ഉണ്ടായിരിക്കട്ടെ. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഖിബിലയുടെ നേരെ ടോയ്ലറ്റ് ആവാതിരിക്കണം. ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ചില അന്ധവിശ്വാസങ്ങളല്ല. പിന്നെന്താണ് നോക്കേണ്ടത്? ഖിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആവാതിരിക്കുക. ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് വീടിൻ്റെ അകത്താണെങ്കിലും ചുമരുകൾ ഉണ്ടെങ്കിൽ പോലും ഖിബിലയോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ടോയ്ലറ്റ് നിർമ്മിക്കാതിരിക്കുക. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് പ്രവാചകൻ പറയുന്നത്, ലാ തസ്തഖ്ബിലുൽ ഖിബ്ലത വലാ തസ്തബ്ദിറുഹാ ബി ലിഗായിത്തിൻ ഔ ബൗലിൻ, നിങ്ങൾ മൂത്രമൊഴിക്കാനോ അതല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിനോ ഖിബിലക്ക് മുന്നിടാനോ പിന്നിടാനോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ, അത്യാവശ്യത്തിന് കുടുംബക്കാരും വിരുന്നുകാരും വരികയാണെങ്കിൽ കഴിവുള്ള ആളുകൾ അവർക്ക് വേണ്ടി ഒരു സൗകര്യം എന്നുള്ള നിലക്ക് ദൂർത്തടിക്കാത്ത രൂപത്തിൽ അവർക്ക് സൗകര്യമോ റൂമുകളോ തയ്യാറാക്കുന്നതിൽ വിരോധമില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫിറാഷുൽ ലിർറജുൽ, വീട്ടിലൊരു വിരിപ്പ് പുരുഷനുണ്ടാകട്ടെ, വ ഫിറാഷുൻ ലിംറഅതി, ഭാര്യയ്ക്കും ഒന്നുണ്ടാവുന്നതിൽ വിരോധമില്ല, വസ്സാലിസു ലിദ്ദൈഫി, മൂന്നാമതൊന്ന് വിരുന്നുകാർക്ക് വേണ്ടി കരുതി വെക്കാം, വറാബിഉ ലിശൈത്താൻ, എന്നാൽ അതിനുമപ്പുറത്തുള്ളത് ഷെയ്ത്താൻ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യവുമില്ലാത്തത് ഷെയ്ത്താൻ്റെ പണിയാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന അറകളുണ്ടെങ്കിൽ പിശാചുക്കളാണ് അവിടെ താമസിക്കുക. എന്നാൽ അതിനപ്പുറത്ത് വീട്ടിലുള്ളവർക്കും പിന്നെ അതിഥികൾക്കും വേണ്ടി വിരിപ്പ് കരുതുന്നതിൽ വിരോധമില്ല ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. അതേപോലെയുള്ള റൂമുകളോ മറ്റോ കരുതുന്നതിൽ വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുമുള്ള ഒരു കെട്ടിടമായിരിക്കണം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. സൂറത്തു തൗബയിലെ 109-ാമത്തെ ആയത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി കൊണ്ട് മുനാഫിഖീങ്ങൾ ഒരു പള്ളി പണിഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് എല്ലാ വിഷയത്തിലും നമുക്ക് ബാധകമായി സ്വീകരിക്കാം, പള്ളിയുടെ നിർമ്മാണത്തിൽ മാത്രമല്ല. എന്താണ് പരിശുദ്ധ ഖുർആനിലുള്ളത്? അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. തൻ്റെ കെട്ടിടത്തെ അള്ളാഹുവിൽ നിന്നുള്ള തഖ്വയിലും പ്രീതിയിലും കെട്ടിപ്പടുത്ത ഒരാളാണോ ഖൈർ? അതല്ല എപ്പോഴും പൊളിഞ്ഞു വീഴാവുന്ന ഒരു സ്ഥലത്ത്, അഥവാ നരകത്തിലേക്ക് പൊളിഞ്ഞു വീഴാവുന്ന ഒരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നവനാണോ ഖൈർ? ആരാണ് കൂടുതൽ ഖൈർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് സൂറത്തു തൗബയിലെ 109 ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളാകട്ടെ, ഇനി കെട്ടിടങ്ങളാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവനോടുള്ള തഖ്വയിലും അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വീട് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഒക്കെ. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ എല്ലാ മര്യാദകളും അവിടെ പാലിക്കണം. ഒരിക്കലും നരകത്തിൽ പോകുന്ന ഒരവസ്ഥ നമുക്കവിടെ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഉതയ്യിനു ഹായിതൻ ലീ അന വ ഉമ്മി. ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ വീടിൻ്റെ ഒരു ചുമര് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, കളിമണ്ണ് തേച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മാഹാദായ അബ്ദുള്ള, ഓ അബ്ദുള്ള എന്താണിത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഉസ്ലിഹുഹു, ഞാൻ നന്നാക്കുകയാണ്, വീട് നന്നാക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താണത്? അൽ അംറു അസ്റഉ മിൻ ദാലിക്. എന്നാൽ മരണം ഇതിനേക്കാൾ വേഗം, നിൻ്റെ വീട് പൊളിഞ്ഞു വീഴുന്നതിനേക്കാൾ വേഗം മരണം വരുമെന്നതിനെ നീ ഓർക്കണം. എന്ന് പറഞ്ഞാൽ വീട് നന്നാക്കണ്ട എന്നോ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ട എന്നോ അല്ല, പക്ഷേ ഒരു മരണം വരാനുണ്ട് എന്ന ഒരു ബോധം നമുക്ക് വേണം. പല ആളുകളും വീടുകൾ നിർമ്മിക്കുന്നത് കാണുമ്പോൾ അവർ എന്തെന്നും ഇവിടെ സ്ഥിരതാമസക്കാരാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് അവരൊക്കെ വീടുകൾ നിർമ്മിക്കുന്നത്. അറിയുക, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്. എത്രയെത്ര ആളുകളുണ്ട് ജീവിതം മുഴുവൻ ഒരു നല്ല വീടുണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചു. അവിടെ ഹറാമും ഹലാലും ഒന്നും നോക്കിയില്ല, ദീനിൻ്റെ നിയമങ്ങളൊന്നും നോക്കിയില്ല. അവസാനം ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കാതെ മരിച്ചുപോയ എത്രയെത്ര ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തെ ഭയപ്പെടണം. മരണം ഏത് നിമിഷവും നമ്മെ പിടികൂടുമെന്ന ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ ബോധമുള്ള ആളുകൾ വീട് നിർമ്മിക്കുന്നിടത്ത് നിശ്ചയം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ സന്ദർഭത്തിൽ ചില ആളുകൾ ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോൾ ആശാരിമാരെ കൊണ്ടുവന്ന് കന്നിമൂലയും അതേപോലെയുള്ള കാര്യങ്ങളും നോക്കുന്നു. ഇനി ആശാരിമാർ മാത്രമല്ല, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളിൽ തന്നെ പല ആളുകളും മുസ്ലിയാക്കന്മാരെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളെയെല്ലാം കൊണ്ടുവന്ന് സ്ഥാനം നോക്കിയിട്ട് ഇവിടെ പറ്റും, ഇവിടെ പറ്റുകയില്ല, അവിടെ അടുക്കള വേണം, ഇവിടെ ബാത്റൂം പാടില്ല എന്നിങ്ങനെ തുടങ്ങി വീട് നിർമ്മിക്കുന്ന വീട് തന്നെ പാടില്ല എന്ന് പറയുന്നവർ, വീട്ടിലെ മുറികൾ ഇങ്ങനെ ആവാൻ പാടില്ല, അടുക്കള ഇങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം, ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അറിയുക, ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പണം കൊടുത്ത് ഹലാലായ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എഞ്ചിനീയറെ കാണിച്ചോ അതല്ലെങ്കിൽ പരിചയമുള്ള ആളുകളെ കാണിച്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഒരു നല്ല വീട് എങ്ങനെ നിർമ്മിക്കാം എന്ന് അഭിപ്രായങ്ങൾ ആരായാം. ഒരു വിരോധവുമില്ല. അംറുഹും ഷൂറാ ബൈനഹും, കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യാം, കുടുംബക്കാരോട് ചെയ്യാം, സുഹൃത്തുക്കളോട് കൂടിയാലോചിക്കാം, വിവരമുള്ള എഞ്ചിനീയർമാരോടും മറ്റും കൂടിയാലോചിച്ചിട്ട് കാറ്റും വെളിച്ചവുമെല്ലാം ലഭിക്കുന്ന ഒരു നല്ല വീട് ഒരു നല്ല സ്ഥലത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം നിർമ്മിക്കാം. അതിനപ്പുറത്തുള്ള അദൃശ്യപരമായ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അതൊക്കെ ശിർക്കൻ പ്രവർത്തനങ്ങളും ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വന്നതുമാണ്. അതിനാണ് വാസ്തുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രവും അതേപോലെ തന്നെ കന്നിമൂലയും? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണത്. നിങ്ങൾ നോക്കൂ, അതിനെ സംബന്ധിച്ച് അവർ തന്നെ പറയുന്നത് കാണുക. എന്താണ് വാസ്തുശാസ്ത്രം, എന്താണ് ഈ കന്നിമൂല, എന്താണ് വീടിന് സ്ഥാനം നോക്കൽ, അടുക്കളയും റൂമുമൊക്കെ സംവിധാനിക്കൽ, ടോയ്ലറ്റ് സംവിധാനിക്കൽ, അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ്? ഞാൻ നിങ്ങൾക്ക് ചിലത് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിൽ ഒന്ന്, ഒരിക്കൽ ശ്രീ പരമേശ്വരൻ്റെ കണ്ണുകൾ പ്രേമചാബല്യത്തോടെ പാർവതീദേവി പൊത്തിപ്പിടിച്ചു. ദേവിയുടെ കരസ്പർശത്താൽ തരളിതനായ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്ന് താഴെ പതിച്ച വിയർപ്പു തുള്ളികളിൽ നിന്നും അന്ധനും ഭയങ്കരനുമായ അന്ധകാസുരൻ എന്ന അസുരപ്രമാണി ജനിച്ചു. അന്ധകാസുരൻ്റെ അതിക്രമങ്ങളാൽ ക്ലേശിച്ച ദേവന്മാരെ സംരക്ഷിക്കാൻ ശ്രീ പരമേശ്വരൻ തന്നെ അവസാനം അന്ധകാസുരനുമായി ഘോരയുദ്ധത്തിൽ ഏർപ്പെട്ടു. യുദ്ധത്തിനിടയിൽ വിയർത്ത ശ്രീ പരമേശ്വരൻ്റെ വിയർപ്പു തുള്ളികളിൽ നിന്നും ഉത്ഭവിച്ച അസുരനാണ് വാസ്തുപുരുഷൻ. അതിശക്തനും മഹാപരാക്രമിയുമായ വാസ്തുപുരുഷനെ ദേവന്മാർ ഒത്തുചേർന്ന് പരാജയപ്പെടുത്തി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. വാസ്തുപുരുഷൻ ഭൂമിയിൽ വടക്ക് കിഴക്ക് ശിരസ്സായും അഥവാ ഈശാനകോൺ, തെക്ക് പടിഞ്ഞാറ് അഥവാ നിറുർദിക്കോൺ പാദങ്ങളാലും, തെക്ക് കിഴക്കേ കോണിലും അഗ്നികോൺ, വടക്കു പടിഞ്ഞാറേ കോണിലും അത് വായുകോൺ,
കൈകൾ മടക്കി വലത് കൈമുട്ടും ഇടത് കൈമുട്ടോടു കൂടിയും ഭൂമിയിൽ പതിച്ചു. ഉഗ്രരൂപിയായ വാസ്തുപുരുഷനെ ശാന്തനാക്കാൻ ശ്രീ പരമശിവന്റെ നിർദ്ദേശപ്രകാരം വാസ്തുപുരുഷന്റെ ഭീമാകാരമായ ശരീരത്തിൽ 53 ദേവന്മാർ കയറിയിരുന്നു. അതോടെ വാസ്തുപുരുഷൻ ലോകാപകാരിയും ശാന്തനും ആയിത്തീർന്നു. ഭൂമിയിൽ നടത്തുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെയും അത് ശിലാന്യാസം, കട്ടിളവെപ്പ്, ഗൃഹപ്രവേശം, ആരാധനാമൂർത്തി ഇനിമേൽ വാസ്തുപുരുഷനായിരിക്കുമെന്ന് ബ്രഹ്മദേവൻ വാസ്തുപുരുഷനെ അനുഗ്രഹിച്ചു. വാസ്തുപുരുഷനെ യഥാവിധി പൂജിക്കാതെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല തടസ്സങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുമെന്നും വാസ്തുപുരുഷന്റെ അനുഗ്രഹത്താൽ സുഗമമായി നിർവിഘ്നം നടക്കുമെന്നും ബ്രഹ്മദേവൻ വാസ്തുപുരുഷനെ അനുഗ്രഹിച്ചു. വാസ്തുവാകുന്ന പുരുഷനാണ് വാസ്തുപുരുഷൻ. ഈ വാസ്തുപുരുഷന്റെ ദേഹഭാഗങ്ങളിൽ ഓരോ സ്ഥാനത്ത് ഓരോ ഗുണകാരികളോ ദോഷകാരികളോ ആയ ശക്തികൾ കുടികൊള്ളുന്നു. ഈ ശക്തികളെയാണ് നാം ദേവതമാരോ രാക്ഷസന്മാരോ അസുരന്മാരോ ഗന്ധർവന്മാരോ ഒക്കെയായി സങ്കല്പിക്കുന്നത്. വാസ്തുദേവനെയും അതോടൊപ്പം ഈ ദേഹസ്ഥമൂർത്തികളെയും സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഗൃഹമാകുന്ന സന്താനത്തെ ആശ്രയിക്കുന്ന ഗൃഹനാഥനും തദാശ്രിതർക്കും ഗൃഹവാസം മൂലമുള്ള സുഖാനുഭൂതികൾ ഉണ്ടാകൂ. അപ്പോൾ ഇതാണ് വീടും വാസ്തുശാസ്ത്രവും എന്ന പുസ്തകത്തിൽ ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് നാരായണൻ നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദേവീദേവ സങ്കല്പത്തിൽ നിന്ന് ശിവന്റെ വിയർപ്പുതുള്ളിയിൽ ഉണ്ടായ വാസ്തുപുരുഷൻ എന്ന അസുരൻ, ആ അസുരനെയും ആ അസുരനെ അടക്കി നിർത്തിയ ദേവന്മാരെയും ദേവികളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്ഥലം നോക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ. ഈ വാസ്തുപുരുഷനെ ദേവന്മാർ കീഴ്പ്പെടുത്തിയപ്പോൾ ആ വാസ്തുപുരുഷൻ കിടക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ അനുസരിച്ച് ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അടുക്കള ഈ ഭാഗത്ത് പാടില്ല, ടോയ്ലറ്റ് ഇന്ന ഭാഗത്ത് പാടില്ല എന്നൊക്കെ പറയാനുള്ള കാരണം. മറ്റൊരു പുസ്തകത്തിൽ പറയുന്നത് വാസ്തുശാസ്ത്രത്തിലെ അടിസ്ഥാന സങ്കല്പമാണ് വാസ്തുപുരുഷൻ. വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി വേണ്ടവിധം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വാസ്തുവിൽ നിർമ്മാണ പ്രവർത്തനം സുഗമമായി നടത്തുവാൻ സാധിക്കൂ. വാസ്തുപുരുഷ ദൃഷ്ടി പതിയുന്ന സ്ഥാനത്ത് വേണം നിർമ്മാണം ആരംഭിക്കാൻ. ഇങ്ങനെ ഒരുപാട് രാശികളായും കോണുകളായും ഒക്കെ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇതൊക്കെ ഓരോ മാസങ്ങളുടെ പേരായി നമുക്കറിയാം. ഇതൊക്കെ ഓരോ ദിക്കുകളുമാണ്. എന്നിട്ട് പറയുന്നത് അവയിൽ കോൺ മാസങ്ങളായ അഥവാ രാശികളായ മിഥുനം, കന്നി, ധനു, മീനം എന്നിവകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കരുത്. അപ്പോൾ തീർത്തും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് ഈ കന്നിമൂല നോക്കലും ടോയ്ലറ്റിനും അടുക്കളയുമൊക്കെ സ്ഥാനം നിർണ്ണയിക്കലും അതിനായിട്ട് ആശാരിമാരെ കൊണ്ടുവരലും മറ്റു പലരെയും കൊണ്ടുവന്നുള്ള പ്രത്യേക പൂജകളും കളം വെച്ച് നോക്കലുമൊക്കെ എല്ലാം ശിർക്കൻ പ്രവർത്തനങ്ങളാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും അതിൽ ഭാഗവാക്കാവാൻ പാടില്ലാത്തതാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അത അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ, ഇതേപോലെ ഭാവി അറിയാം, അദൃശ്യം അറിയാം, നമുക്കറിയാം ഈ പറഞ്ഞതൊക്കെ അദൃശ്യവുമായി ബന്ധപ്പെട്ടതാണ്, അതിന് യാതൊരു അടിസ്ഥാനവും പ്രമാണബദ്ധമായി ഇല്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഫസഅലഹു അൻ ഷൈഇൻ, അവരോട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നമസ്കാരം അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഇത് കേവലം അവരോട് ചോദിച്ചാൽ മാത്രം. എന്നാൽ അവർ പറയുന്നത് വിശ്വസിക്കുക കൂടി ചെയ്താലോ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ. ഇങ്ങനെയുള്ള ഭാവി പറയുന്നവരെയും അദൃശ്യം പറയുന്നവരെയും ജ്യോത്സ്യന്മാരെയും ഒക്കെ സമീപിച്ച് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യിപ്പിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, കുഫറിലേക്കും ഷിർക്കിലേക്കുമൊക്കെ നമ്മെ കൊണ്ടുപോകുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടങ്ങിയിട്ടുള്ള ഏർപ്പാടാണ് ഈ കന്നിമൂല നോക്കലും വീടിന് സ്ഥാനം നിർണ്ണയിക്കാൻ, കിണറിന് സ്ഥാനം നിർണ്ണയിക്കാനൊക്കെ മറ്റുള്ളവരെ കൊണ്ടുവരൽ. എന്നാൽ അതെല്ലാം മാറ്റി നമ്മുടേതായ സൗകര്യത്തിന് നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നമ്മുടെ പണം കൊണ്ട് നമ്മുടേതായ ഒരു സൗകര്യത്തിന് വീട് വെക്കുക. വീട് വിശാലത ഉണ്ടാകട്ടെ, കാറ്റും വെളിച്ചവും കടക്കട്ടെ, പള്ളിയിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ടാകട്ടെ തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും അന്വേഷിക്കേണ്ടതില്ല. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ ഒരു വീട് വെക്കുമ്പോൾ ഇന്നെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാം നേരത്തെ വിശദീകരിച്ചതിനപ്പുറത്തുള്ള ഒരു വിശദീകരണവും നമുക്ക് കാണാൻ കഴിയില്ല. അതാകട്ടെ മൊത്തത്തിൽ എല്ലാ വിഷയത്തിലും മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളുമാണ്. അതല്ലാതെ നമുക്ക് ഒന്നും കാണാൻ സാധിക്കുകയില്ല. ഫുഖഹാക്കളുടെ കിതാബിൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ പിൽക്കാലഘട്ടത്തിൽ പല ആളുകളിൽ നിന്നും കടമെടുത്ത അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പലരും തങ്ങളുടെ വീടുകൾ പൊളിച്ചു കളയുന്നു, വാങ്ങിയ സ്ഥലം വിറ്റ് കളയുന്നു, മരണമുണ്ടാകും, രോഗമുണ്ടാകും, അപകടമുണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് ഒരു പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഒരു പുതിയ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൻ്റെ കിതാബിലോ ഖുർആനിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് നിത്യവും എല്ലാ വീട്ടിലും പാലിക്കേണ്ട മര്യാദകൾ, എല്ലാ സന്ദർഭത്തിലും പാലിക്കേണ്ട മര്യാദകളേ ഉള്ളൂ. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം, വീട്ടിലുള്ള ആളുകൾക്ക് സലാം പറയണം, വീടുകളിൽ സുന്നത്ത് നമസ്കാരങ്ങളും ദിക്റുകളും ഉണ്ടാവണം,
പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമുണ്ടാകണം, ഹറാമുകളൊന്നും വീടുകളിൽ ഉണ്ടാവരുത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ടതല്ല. എന്നാൽ ഒരാൾ ഒരു പുതിയ വീട് വെച്ചു, അതിൻ്റെ സന്തോഷം കൊണ്ട് വീട്ടിലുള്ള ആളുകൾക്കും അയൽവാസികൾക്കും കുടുംബക്കാർക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനോ വലീമ കൊടുക്കുന്നതിനോ സൽക്കാരം കൊടുക്കുന്നതിനോ ഇസ്ലാം എതിരല്ല. കാരണം അത്തരത്തിലുള്ള നല്ലതായ സൽക്കാരങ്ങൾ, മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള സൽക്കാരങ്ങൾ, സന്തോഷം പങ്കിട്ടുകൊണ്ടുള്ള സൽക്കാരങ്ങൾ, അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ കുറ്റൂസ എന്ന് പറഞ്ഞുകൊണ്ട് ആ പദം തന്നെ യഥാർത്ഥത്തിൽ തെറ്റാണ് സഹോദരങ്ങളെ. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തുശാസ്ത്രത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ശബ്ദ താരാവലിയിൽ നമുക്ക് കാണാൻ സാധിക്കും, കുറ്റൂസ എന്ന ആ ഒരു വായന തന്നെ വന്നിട്ടുള്ളത് കുറ്റിപൂജ എന്നതിൽ നിന്നാണ്. കാരണം കുറ്റിപൂജ നടത്തിയാലേ വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹപ്രവേശം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആശാരിമാരോ അതേപോലെയുള്ള ആളുകളോ പല നിലക്കുമുള്ള ചില ആരാധനാ പ്രവർത്തനങ്ങളും പൂജകളുമൊക്കെ ചെയ്ത് കയറുന്നൊരു ഏർപ്പാട്, അതിനാണ് കുറ്റിപൂജ എന്ന് പറയുന്നത്. അതാണ് കുറ്റൂസായി മാറിയത്. ആ വേർഡ് നമ്മൾ ഒഴിവാക്കുക. ഗൃഹപ്രവേശമാണെങ്കിൽ അങ്ങനെ പറയുന്നതിന് വിരോധമില്ല, പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളില്ല. അതേപോലെ തന്നെ പലരും പാല് കാച്ചുന്ന ഒരു ഏർപ്പാട് അറിയുക. നമ്മൾ വീട്ടിൽ കൂടുമ്പോൾ അന്ന് ഏത് ഭക്ഷണവും ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതല്ലാതെ പാല് കാച്ചിക്കൊണ്ട് തുടങ്ങണം എന്നുള്ളത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല. മറിച്ച് ശ്രദ്ധിക്കുക, മേൽക്കുളങ്ങര അജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള വാസ്തുശാസ്ത്രം എന്ന പുസ്തകത്തിലെ 195, 196 പേജിൽ പറയുന്നത്, ഗണപതി ഹോമം ചെയ്ത് ആ രീതിയിൽ തന്നെ പാൽ കാച്ചി നല്ലവണ്ണം പതഞ്ഞ് പാത്രത്തിൻ്റെ മീതെ കവിഞ്ഞു വീണാൽ ഉണക്കലരി കഴുകിയിട്ട് പായസം വെച്ച് വിഷ്ണുവിനെയും ദേവിയെയും ഭൂമിയെയും പൂജിക്കണം. തിളപ്പിച്ച പാൽ അതിഥികൾക്ക് നൽകണം. അപ്പോൾ നോക്കുക, ഇത് ഒരു പ്രത്യേക ദേവന്മാരെ ദേവികളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയും മറ്റുമുള്ള ബഹുദൈവാരാധനയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ഹൈന്ദവ ആചാരങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ പാല് കാച്ചുന്നതിൻ്റെ രഹസ്യം അവർ പറയുന്നത്, മറ്റെല്ലാ ആചാരങ്ങളെയും പോലെ ബാഹ്യരൂപം ഭൗതികമാണെങ്കിലും ആന്തരികാർത്ഥത്തിൽ പാലു കാച്ചലും ആധ്യാത്മിക ജ്ഞാനത്തെ ഉണർത്തുന്നതിനുള്ള പ്രതീകവുമാകുന്നു പാൽ അഥവാ ക്ഷീരം. ഈ ക്ഷീരം ലോകത്തിൻ്റെ പ്രതീകമാണ്. ക്ഷീരസാഗരത്തിൽ ഭഗവാൻ വിഷ്ണു ശയിക്കുന്നതായി ഏവരും കേട്ടിട്ടുണ്ടല്ലോ. വിശാലമായ ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി തത്വങ്ങളുടെ സംയോഗമാണ് ക്ഷീരസാഗരം. വെള്ള നിറത്തിലുള്ള പാൽ സത്വഗുണ സ്വരൂപിയും ശുദ്ധവിദ്യയുമാകുന്ന പ്രപഞ്ചകാരണമായ തത്വമാണ്. അഥവാ പാൽ പുളിച്ച് തൈരായി, അത് കടഞ്ഞു വെണ്ണയായി, അതൊരുകി നെയ്യാകുന്നത് പോലെയും പാലിൽ നെയ്യടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ദൃശ്യമല്ലാത്തതുപോലെയും സർവ്വപദാർത്ഥവുമാകുന്ന പാലിൽ അദൃശ്യമായി ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ ഇപ്രകാരം കണ്ടെത്തണമെന്നുള്ള സന്ദേശമാണ് ഭവന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം പാൽ കാച്ചുന്നതിലൂടെ നാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാല് കാച്ചലിൻ്റെ പിന്നിൽ ഈ രൂപത്തിലുള്ള ഐതിഹ്യങ്ങളാണുള്ളത്. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസമാകും. പക്ഷേ സത്യവിശ്വാസികളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്, തീർത്തും അന്ധവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാല് കാച്ചിക്കൊണ്ട് തുടങ്ങുക, വീട്ടിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും തട്ടിമറച്ചുകൊണ്ട് കയറുക, അതേപോലെ തന്നെ അങ്ങനെ പലതുമുണ്ട്. ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളാണ്. അറിയുക, ഇസ്ലാമിൽ അതൊന്നുമില്ല. ഇസ്ലാമിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറണം, വലതിനെ മുന്തിപ്പിക്കാം, ഏത് നല്ല കാര്യത്തിലും വലത് കാൽ വെച്ച് കയറാം. അത് എല്ലാ സന്ദർഭത്തിലുമാണ്. ഗൃഹപ്രവേശനത്തിൻ്റെ ആ ദിവസം മാത്രം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ ഹറാമുകൾ ഉണ്ടാവാൻ പാടില്ല. ഈ രൂപത്തിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അനുഗ്രഹം നൽകി, ഒരു വീട് നൽകി. ആ വീട് ലഭിച്ച ദിവസം തന്നെ പലരും ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളും ഹറാമുകളും അനാചാരങ്ങളും ചെയ്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ആ നിഅമത്തിനോട് പ്രതികരിക്കുന്നത്. അതേപോലെ തന്നെ പല ബിദ്അത്തുകളും, സൂറത്തുൽ ഫാത്തിഹ ഓതുക, കൂട്ടമായ ആളുകൾ ഓതുക, കൂട്ടമായ ദുആകൾ നടത്തുക, ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും താബീങ്ങളും തബൗ താബീങ്ങളും ഒന്നും തന്നെ അങ്ങനെ ഒരു വീട് നിർമ്മാണത്തിൻ്റെ ദിവസം ഒരു പ്രത്യേക ഫാത്തിഹ, പ്രത്യേക സൂറത്തുകൾ, കൂട്ടമായി ഓതൽ, പ്രത്യേക ദുആകൾ ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതേപോലെ തന്നെ മൗലിദ് പാരായണം നബിയോ സ്വഹാബികളോ ആരും ചെയ്യാത്ത ഏർപ്പാടുകളാണ്. മഹാന്മാരായ ആളുകളുടെ മൗലിദ് അതല്ലെങ്കിൽ അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് എഴുതുക, അത് വായിക്കുക, പ്രത്യേക സന്ദർഭങ്ങളിൽ അത് പാരായണം ചെയ്യുക, ഒക്കെ പിൽക്കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല മൗലിദുകളിലെ പല വരികളിലും അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള വിളിച്ചു പ്രാർത്ഥനയും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന ധാരാളം വരികൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തായി ഒരു വീട് നൽകുമ്പോൾ നമ്മൾ അവിടെ ഷിർക്ക് ചെയ്തുകൊണ്ടും ബിദ്അത്ത് ചെയ്തുകൊണ്ടുമാണോ നമ്മൾ മറുപടി പറയേണ്ടത്? അതല്ല, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി എല്ലാ ഷിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. അതേപോലെ തന്നെ പല ആളുകളും സുബൈയുടെ ജമാഅത്ത് വീട്ടിൽ വെച്ച് അന്ന് നിർവഹിക്കും. വീട് കൂടുന്ന ദിവസം പാടില്ല. പള്ളിയിൽ പോയിട്ടാണ് ജമാഅത്ത് നമസ്കരിക്കേണ്ടത്, വീട്ടിൽ വെച്ചല്ല. വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങളാവാം.
അതല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ, ബിദ്അത്തുകളൊക്കെ ഒഴിവാക്കണം. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴോ ഒരു വീട് നിർമ്മിക്കുമ്പോഴോ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല. മലമൂത്ര വിസർജന മര്യാദകൾ വരെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളിലെവിടെയും ഒരു പുതിയ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെവിടെയും കാണാൻ കഴിയില്ല. എന്നാൽ മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹലാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ധൂർത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടതാണ്. അത് നമുക്ക് വേണമെന്ന് മാത്രം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് വേറെയൊന്നും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാനില്ല. അറിയുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ കന്നിമൂലയുടെ അടിസ്ഥാനത്തിലൊക്കെയുള്ള സ്ഥാനം നോക്കലും മറ്റുമൊക്കെ ശിർക്കൻ പ്രവർത്തനങ്ങളാണ്, അനാചാരങ്ങളാണ്. വീട് കൂടുമ്പോഴും പാല് കാച്ചലും മറ്റുമൊക്കെ അതൊന്നും നമുക്ക് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ശരിയായത് പിന്തുടരുക. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തുകളെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയും ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപഴകുകയും ചെയ്യുക.